കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞായറാഴ്ച വീട്ടിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നു. അവരവരുടെ പണി ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ തേപ്പിൻ്റെ 2 ചേട്ടന്മാരുണ്ടായിരുന്നു, അവരവരുടെ പണിയും ചെയ്യുന്നുണ്ട്. അപ്പം തേപ്പുകാർ നമ്മൾ ഞായറാഴ്ച വരുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല. തേപ്പുകാർക്ക് കുറച്ച് പണി മാത്രമേ ഉണ്ടായിട്ടു. ചെറിയ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെയാണ് അവരുടെ പണി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ചേച്ചിമാർക്ക് അവരൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല, കാരണം അവരധിക സമയം പുറത്തായിരുന്നു പണിയെടുത്തിട്ടുണ്ടായത്. അപ്പം തേപ്പുകാർ ചെയ്തതാണ് ഈ ഒരു സ്ഥലം. അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂം ഇതാണ്. ഈ ഒരു ബാത്റൂമിൽ ഇപ്പോൾ ടൈല് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, വേറെ ഒരു പണിയും ഇപ്പോൾ തൽക്കാലം ചെയ്യുന്നില്ല. പിന്നെന്താ പറയുക, ഉള്ളിലത്തെ ബെഡ്റൂമിൻ്റെ ഉള്ളിലുള്ള ബാത്റൂം ആയതുകൊണ്ട് തന്നെ കുറച്ച് കാര്യമായ പണികളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം അത്രമാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇൻഷാല്ലാ പിന്നീട് നോക്കി ഓരോ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ബേർഡൊക്കെ ഇപ്പോൾ വീടിൻ്റെ ഉള്ളിലാണ്, റൂമിൻ്റെ ഉള്ളിലാണുള്ളത്. ഇത് പിറ്റേ ദിവസം തിങ്കളാഴ്ചത്തെ കാര്യങ്ങളാണ്. ആശാരി വന്നിട്ടുണ്ടായിരുന്നു ഡോറ് കൂട്ടാൻ. പിന്നെ സൈഡിലൊക്കെ കമ്പി അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പണിക്കാരും കൊണ്ട് ഉണ്ടായിരുന്നു. അപ്പം ആശാരി വന്ന് ഡോറൊക്കെ ഫിറ്റാക്കി. അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ മുകളിലുള്ള ഗ്യാപ്പിലൊക്കെ കമ്പി അടിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം പണികളൊക്കെ തീർന്ന്. അപ്പോൾ നമുക്ക് വീട്ടിലെ ഡോറും കാര്യങ്ങളൊക്കെ ഇന്ന് കാണാം. ഇനി നമുക്ക് മെയിനായിട്ടുള്ള ടെൻഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കിണറാണ്. അതിപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര പേടിയാണ് നമുക്കിപ്പോൾ. ഡോറും കാര്യങ്ങളൊക്കെ നോക്കാം. ഈ ഒരു ഡോറ് ഈ ഒരു മോഡലിലേക്ക് ആക്കിയത് നമ്മളെ പഴയ സിറ്റൗട്ടിലുണ്ടായ ഡോറും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് മരങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് ഇതുപോലെ ഒരു പുതിയ ഡോറാക്കിയിട്ട് തന്നത്. അതുപോലെ തന്നെ ഈ ഒരു ജനൽ ഓൾറെഡി ഇവിടെ ഉണ്ടായ ജനലാണ്. അപ്പം ഒരു സിറ്റൗട്ടിൽ, പഴയ സിറ്റൗട്ടിൽ ഒരു വിൻഡോ മാത്രമായിരുന്നു ഉണ്ടായത്. അപ്പം ഈ ഒരു ജനൽ നമ്മൾ ഇവിടത്തേക്ക് മാറ്റി. സെയിം മോഡലിൽ തന്നെ നമ്മളിപ്പുറം അതുപോലെ ഒരു ജനൽ എടുത്തിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഡിഫറെൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്ലാസിൻ്റെ ഡിസൈന് കുറച്ച് മാറ്റമുണ്ട്. പക്ഷേ കുഴപ്പമില്ല, അങ്ങനെ വേഗം അങ്ങനെ മനസ്സിലാവുന്നൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഡോറിന് നമ്മൾ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് ആൻറ്റിക്കിൻ്റെ തന്നെയാണ്. അപ്പം ഈ ഒരു ഹാൻഡിലിന് റേറ്റ് വന്നിട്ട് 1100 എങ്ങനെയാണ് ഒരു ഹാൻഡിൻ്റെ റേറ്റ്. അപ്പം എല്ലാം ഒരു മിനിമലായിട്ട് ചെയ്യണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ തന്നെ ചെയ്ത് കൊടുത്ത് 2 ഹാൻഡിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. ആൻറ്റിക്കിൻ്റെതാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഡോറിൻ്റെ ലോക്ക് നമ്മൾ വാങ്ങിയത് 3 ബുള്ളറ്റിൻ്റെ ലോക്കാണ് വാങ്ങിയത്. 5 ബുള്ളറ്റിൻ്റെതൊക്കെ ഉണ്ട്, നമുക്ക് 3 ബുള്ളറ്റ് മതി പറഞ്ഞിട്ട് ഈ ഒരു സൈസിലുള്ളത് വാങ്ങി. ഇതിനും 2500 അങ്ങനെ ആ ഒരു റേറ്റാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ലിവിങ് ഏരിയയിലൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു ചെയറൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് പണികൾ ഇന്നും ബാക്കിയുണ്ടായിരുന്നു. അവിടെ ചേച്ചിമാർ വന്ന് പണിയെടുത്തെങ്കിലും എന്താ പറയുക, ശരിക്കുള്ള ഒരു ലെവലായിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഉമ്മാൻ്റെ റൂമിലേക്കും ഉമ്മാൻ്റെ കബോർഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർ നമ്മുടെ ഇവിടെ തേപ്പിൻ്റെ പണിക്കാരുള്ള സമയത്ത് തന്നെ അവരെ കൊണ്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് മാറ്റി ചെയ്യിപ്പിച്ചത്. ഇനി ആ ഷെൽഫ് ഇവിടത്തേക്ക് മാറ്റുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഈ ഒരു ഭാഗം കവറാവും. പണ്ട് അടുപ്പുണ്ടായ ഭാഗമാണല്ലോ, അപ്പോൾ അവിടെ ഒരു ഹോൾ ഉണ്ടാവുമല്ലോ മുകളിലേക്ക് ഇങ്ങനെ പുകയൊക്കെ പോകുന്നത്. ആ ഒരു ഹോള് പ്ലൈവുഡ് വെച്ചിട്ട് സീലിംഗ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് ഇവിടെ പണിയുള്ളത് ബാക്കി ഭാഗങ്ങളിലൊക്കെ ജനൽ കൂട്ടാണ് ചെയ്യണത്. ഇന്നത്തെ ആ ഒരു ആശാരിയുടെ പണി നമ്മൾ കിച്ചണ് തൽക്കാലത്തേക്ക് ഇവിടത്തേക്കാണ് മാറ്റുന്നത്. അതായത് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടത്തേക്ക് മാറ്റിയിട്ട് പാത്രം കഴുകാനൊക്കെ നമ്മൾ ഈ ഒരു പുതിയ കിച്ചൺ യൂസ് ആക്കും. കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ തൽക്കാലം ഇവിടത്തേക്ക് ഇറങ്ങുന്നില്ല. അപ്പം സീലിങ്ങും കൂടെ ഒന്ന് അടിച്ച് സെറ്റാക്കണം. ഇവിടെ ഏട്ടനിതാ ഈ ഒരു ജനലും ഫിറ്റാക്കുന്നുണ്ട്. ഈ ഒരു ജനൽ ഡബിൾ ഡോറ് വരുന്നതാണ്. ഒരു ഡോറ് ചെറുതും മറ്റേ ഡോറ് കുറച്ച് വലുതുമാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കിച്ചണിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ. ഞാൻ വാഷിംഗ് മെഷീനൊക്കെ ഇവിടെ തന്നെ പെർമനൻ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡിലൊക്കെ ഒന്ന് ലെവലായതിന് ശേഷം മാത്രമേ ഞാൻ വാഷിംഗ് മെഷീൻ അങ്ങോട്ടേക്ക് മാറ്റുള്ളൂ. പിന്നെ വാഷിംഗ് മെഷീനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയ ഏകദേശം ഒന്ന് ലെവലാവണം. പിന്നെ ഗ്ലാസിൻ്റെ മുകളിലൊക്കെ കമ്പി അടിച്ചു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പം എലിയൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിലുണ്ടായ ഇതുപോലുള്ള ചെറിയ ഹോളിലെ കമ്പി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ചുറ്റുഭാഗവും അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് സീലിങ്ങും കൂടെ അടിക്കണം. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണ് റെഡിയായി. സീലിംഗ് അടിക്കുന്നതിന് മുമ്പേ അവർ പറഞ്ഞിട്ടുണ്ടായത് ഈ ഒരു കമ്പി അടിച്ചതിന് ശേഷം വിളിക്കുന്നതാണ്. അപ്പോൾ അവരെ വിളിച്ചപ്പോൾ അവർ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല, ഭയങ്കര തിരക്കാണെന്നാണ് അറിഞ്ഞത്.
അപ്പോൾ നമ്മളിപ്പോൾ കിച്ചൺ ഇതുപോലെ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് പാത്രം കഴുകും, നമ്മളെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്യും. കുക്കിംഗ് മാത്രമില്ല, ഇവിടെ ഇതുപോലൊരു ബോക്സ് നമ്മൾ ഓൾറെഡി ഉണ്ടായ ഒരു ബോക്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പുതിയ കബോർഡും കാര്യങ്ങളൊക്കെ കൂട്ടുമ്പോൾ നമുക്കത് മാറ്റാം, അങ്ങനെ പറഞ്ഞിട്ടാണ്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ കിച്ചണ് കാണാം. പുതിയ കിച്ചണിൽ നിന്ന് ഉള്ളിലേക്ക് കയറുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ മോഡേൺ കിച്ചണൊക്കെ ആയിട്ട് ഭാവിയിൽ ചെയ്യണമെന്ന് വിചാരിച്ച ഈ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നമ്മുടെ ഗ്യാസ് അടുപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വൈറ്റ് സിമെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വൈറ്റ് സിമെൻ്റ് എടുത്ത് അടിച്ചു കൊടുത്തിൽ. അപ്പം ഇതാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ താൽക്കാലികമായിട്ടുള്ള കിച്ചണ്, അതായത് നമ്മുടെ കിച്ചണിൻ്റെ ഉള്ളിലുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടുന്ന് കുക്ക് ചെയ്യും, അപ്പുറത്തുനിന്ന് കൊണ്ടുപോയി പാത്രങ്ങളൊക്കെ കഴുകും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.